പാലക്കാട് ജില്ലയിലെ ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ഏകദേശം പാലക്കാട്, മലപ്പുറം, അതുപോലെ തൃശ്ശൂർ ജില്ലകളിൽ 80ഓളം ദേവീക്ഷേത്രങ്ങളിൽ അവിടുത്തെ ഉത്സവങ്ങളോടനുബന്ധിച്ച് സ്ഥിരമായിട്ട് നടത്തി വരുന്ന ഈ തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപം കുത്തനൂരിൽ, അതായത് കുഴൽമന്ദത്തിനടുത്ത് കുത്തനൂരിലാണ്, അവിടെ നിന്നാണ് ആദ്യം ഉത്ഭവിച്ചതെന്നാണ് ഏകദേശ ചരിത്രകാരന്മാർ പറയുന്നത്. ആദ്യം ഈ തോൽപ്പാവക്കൂത്ത് ഓല കൊണ്ടുള്ള പാവകളാണ് ഉപയോഗിച്ച് കളിച്ചിരുന്നത്. അന്ന് ഇതിൻ്റെ ഓലപ്പാവക്കൂത്താണ് പേരെന്ന് പറഞ്ഞിട്ട് ചേലനാട്ട് അച്യുതമേനോൻ പോയിട്ടുള്ള ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പിന്നീട് ഈ ഓലപ്പാവ, അതായത് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കുടപ്പനോലപ്പാവ. അതിന് ശേഷമാണ് ഈ തോൽപ്പാവകൾ, തോലുകൊണ്ടുള്ള പാവകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ കമ്പരാമായണം കഥയെ അടിസ്ഥാനമാക്കി തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന ഇന്ന് കാണുന്ന രീതിക്കുള്ള കലാരൂപം ചിട്ടപ്പെടുത്തിയത്. ഈ പാവനിർമ്മാണം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ കാളത്തോലാണെങ്കിൽ അത് നമ്മൾ തന്നെ വാങ്ങി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ആ കാളത്തോല ഉപ്പിടാതെ ഉണക്കണം. നമ്മൾ ആണി അടിച്ച് വലിച്ച് കെട്ടണം. ആണി അടിച്ചിട്ട് ഓരോ പലയിലും ദൂരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം. അത് ഏകദേശം 8-9, നല്ല വേനൽക്കാലാണെങ്കിൽ ഒരു 8 ദിവസം മതി. 8 ദിവസം കഴിഞ്ഞാൽ അത് ഫ്ലാറ്റായിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ മുടി ഇതെല്ലാം അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കളഞ്ഞതിന് ശേഷം ഉണക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള രൂപം വരച്ചിട്ട് അതിൽ അതിൻ്റെ രൂപങ്ങൾ, മാല, കൈ, വളകളൊക്കെ കൊത്തി ഉണ്ടാക്കുകയാണ്. ആടെ ആഭരണങ്ങളൊക്കെ കൊത്താണ്. നല്ല മൂർച്ചയുള്ള ഉളിയോ അല്ലെങ്കിൽ മുമ്പൊക്കെ കുപ്പിച്ചില് വെച്ചായിരുന്നു. ഇപ്പം അതിനെന്ത് ചെയ്യുന്നറിയോ, ഇപ്പം നമ്മൾ അത് ഗ്രൈൻഡ് ചെയ്ത് കളയാനുള്ള ചെറിയ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തോല് കളഞ്ഞ് പഴയ കാലത്ത് അതിൽ നമ്മൾ ഏകദേശം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാവയുടെ ട്രേസ് എടുക്കുക ചെയ്യുക. ട്രേസിങ് പേപ്പർ എടുത്ത് ട്രേസ് എടുത്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഇതിൽ വരച്ചു കൊടുക്കും. പെൻസിലോ വേറെ എന്തെങ്കിലും പെൻസിലിൽ തന്നെ അധികം വരയ്ക്കുക. എന്നിട്ട് അത് കൊത്തിയെടുത്തിട്ട് പിന്നെ അതിൽ മാർക്കിങ് ആണ്. ഓരോ ഹോളിനും ഡിസൈൻ ഉണ്ട്, അതായത് ഓരോ ഉള്ളിക്ക് ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിൽ ഇത് കൊത്തിയെടുക്കുക ചെയ്യുക. ഈ പുതിയ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തോൽപ്പാവക്കൂത്തിൻ്റെ പ്രിഫേസ് ഉണ്ട്, അതായത് പട്ടരഭാവ എന്ന് പറയും. അത് ഈ എല്ലാ ദിവസവും അതാണ് ആദ്യം കുട്ടികൾക്ക് അത് എഴുതി കൊടുക്കുക ചെയ്യണത്. ഈ പട്ടരഭാവ എഴുതി കൊടുത്ത് അതിൻ്റെ രീതികളൊക്കെ സ്ഥിരം പറഞ്ഞു കൊടുക്കണം. ഒരു ദിവസം കൊണ്ടാവില്ല, ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞാലേ അത് പഠിക്കുള്ളൂ. അതിനുശേഷം തോൽപ്പാവക്കൂത്തിലത്തെ രാമായണ കഥയിലത്തെ മറ്റേ ഈ പാട്ടുകളാണ് എഴുതി കൊടുക്കുക. ഈ പാട്ടുകൾ എഴുതി കൊടുത്താലും പോരാ, പുതിയ കുട്ടികൾക്ക് എന്തെന്നറിയോ, ഇത് അർത്ഥം പറഞ്ഞു കൊടുക്കും വേണം. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആദ്യം പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല ഈ കമ്പരാമായണ ശ്ലോകങ്ങളാണെങ്കിൽ ശരി, അതിൽ നമ്മളുടെ ഹിന്ദു പുരാണങ്ങളിൽ വരുന്ന ഉപകഥകളുണ്ട്. പാഴാഴി മഥനം, അതുപോലെ ഗജേന്ദ്രമോക്ഷം, മഹാബലി കഥകൾ, ഇത്രയും 100 കഥകൾ ചേർന്നതാണ് ഈ കമ്പരാമായണം. അത്രയും കഥകൾ എന്താണെന്ന് ആദ്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ തോൽപ്പാവക്കൂത്ത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അഗ്രജാബാലികേളായി അടിവണങ്കെന്നൈയോട്ടി ഉക്രമത്തുടനെ എന്തൻ ഉറുമയോടിരണ്ടും പറ്റി തക്രമായി കൊള്ളുമുല്ലേ സമൻപുറത്തനപ്പവന്റെ സുക്കരീവൻ വന്നേൻ വെമ്പോൾ തുഴങ്കിട വന്നിടാതെ ഹുയി. ഓം ഹരി ശ്രീരാമ രാമ 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 രാമ. ഓം വിഘ്നേശ്വരായ നമ.
കുഞ്ചരത്തിരുമുഖ പഞ്ച 15 വയസ്സിൽ കൂത്ത് പഠിക്കാൻ തുടങ്ങി. ഇപ്പം എനിക്ക് 87 വയസ്സായി. എൻ്റെ ആദ്യ ഗുരുനാഥൻ രാമസ്വാമി പുലവർ എന്ന് പറയുന്ന ഒരാളാണ്. അതായത് ഈ സദാനന്ദ പുലവരുടെ വലിയച്ഛൻ. അണ്ണാമല പുലവർ എന്ന് പറയും സദാനന്ദ പുലവരുടെ അച്ഛനെ. അയാളുടെ ജ്യേഷ്ഠൻ രാമസ്വാമി പുലവർ എന്നാണ് അയാൾക്ക് പേരുണ്ടായിരുന്നത്. അയാളുടെ അടുത്ത് നിന്നാണ് ആദ്യം കൂത്ത് പഠിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സംസ്കൃതങ്ങളും കാര്യങ്ങളും മറ്റ് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്തൂർ ഗോപാലൻ നായർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ അടുത്താണ് പിന്നെ പഠിച്ചത്. ഇപ്പോൾ ഒരു 7 മാടം കൂത്തുമാടം എന്നാണ് പറയുക. ഞങ്ങൾ കൂത്ത് നടത്തുന്ന ആ സ്ഥലത്തിന് കൂത്തുമാടം എന്നാണ് പറയുക. കൂത്ത് അവിടെ ഭഗവതരെ മുമ്പിലുള്ള കൂത്തുമാടങ്ങളിൽ ആണ് കൂത്ത് ചെല്ലുന്നത്. പട്ടാഭിഷേകം വരെയാണ്, അവതാരം മുതൽക്ക് പട്ടാഭിഷേകം വരെയുള്ളതായ കഥയാണ് കൂത്തുകഥ. കൂത്തിൻ്റെ തോൽപ്പാവ കൂത്തിലെ കഥ. അത് ശ്ലോകങ്ങളുണ്ട്. അതിൽ ഓരോ കമ്പരി കവിയാണ്. 4 അടി ശ്ലോകങ്ങളാണ് തമിഴ് പതില്. ഒരു നില്ലടാ ചെറുതു നില്ലടാ ഉനനി നിന്തു വന്ദനനു നക്കുനാൻ കല്ലടാ നെടുമരങ്ങളോ ഇരുകരത്തിനാൽ വലി കടക്കവോ അത് ഒളിനാൻ വലിയൊരു